ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോളിനോമിയൽസിൻ്റെ ക്ലാസിഫിക്കേഷനും പിന്നെ പോളിനോമിയൽസിൻ്റെ സീറോസും കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ -1/2 ആൻഡ് 3 ആർ ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 2x² + 7x + 3. ഓക്കെ, ആദ്യം തന്നിട്ടുള്ള പോളിനോമിയലിന് പി ഓഫ് എക്സ് ഈക്വൽ ടു, കാരണം എക്സിലുള്ള പോളിനോമിയലാണ്, അതുകൊണ്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു ആ പോളിനോമിയൽ എഴുതുന്നു. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, എക്സ് ഈക്വൽ ടു എ ഒരു പോളിനോമിയൽ പി ഓഫ് എക്സിൻ്റെ 0 ആകണമെങ്കിൽ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, പി ഓഫ് എ ചെയ്യുമ്പോൾ 0 കിട്ടുമെന്നാണ്. അതായത് എക്സിന് പകരം അവിടെ എ കൊടുക്കുമ്പോൾ ചെയ്ത് കിട്ടുന്ന ആൻസർ 0 ആണെങ്കിൽ ആ എക്സ് ഈക്വൽ ടു എ എന്നെടുത്തത് ഇതിൻ്റെ 0 ആണെന്ന് പറയാം. അതുപോലെ ഇവിടെയും ഈ -1/2 ഇതിൻ്റെ 0 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് പുട്ട് എക്സ് ഈക്വൽ ടു -1/2 കൊടുത്ത് നോക്കാം. അതായത് പി ഓഫ് എക്സ് ഉള്ള പോളിനോമിയൽ എക്സിന് പകരം -1/2 അത് കൊടുക്കുമ്പോൾ ഇവിടെ എല്ലാം എവിടെയൊക്കെ എക്സ് വരുന്നു അവിടെ എല്ലാം -1/2 കൊടുക്കണം. 2 × -1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 7 × -1/2 പ്ലസ് 3. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 × -1ൻ്റെ സ്ക്വയർ അറിയാമല്ലോ 1 ആണ്, ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയർ 4. ഇനി ഈ പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അപ്പോൾ മൈനസ് ആവും. 7 × 1 7 ഡിവൈഡഡ് ബൈ 2, പിന്നെ ഒരു പ്ലസ് 3 കൂടെ. ഇനി ഇവ രണ്ടും കട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയാം. അങ്ങനെ ഇത് 1/2 -7/2 പ്ലസ് 3 എന്നും കിട്ടും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്ററുകൾ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്യാം. ഇവിടെ സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 - 7 ചെയ്ത് കിട്ടുന്നത് -6 ഡിവൈഡ് ബൈ 2 പ്ലസ് 3. ഇവ രണ്ടും കട്ട് ചെയ്യാൻ പറ്റും, 3 എന്ന് കിട്ടും. അങ്ങനെ -3 പ്ലസ് 3 എത്രയാ? 0 അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം എടുത്തത്, അതായത് ഈ -1/2 ഈ പോളിനോമിയലിൻ്റെ 0 ആണ്. therefore -1/2 ഈസ് എ 0 ഓഫ് പി ഓഫ് എക്സ്. ഒരെണ്ണം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 3 ഈ പോളിനോമിയലിൻ്റെ 0 ആണോ? അതിന് നേരത്തെ നമ്മൾ എടുത്തതുപോലെ എക്സ് ഈക്വൽ ടു 3 കൊടുത്തു നോക്കാം. പി ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയൽ എക്സ് എവിടെയൊക്കെ വരുന്ന അവിടെയെല്ലാം 3 കൊടുക്കാം. അങ്ങനെ പി ഓഫ് 3 കണ്ടുപിടിക്കുമ്പോൾ ഈക്വൽ ടു 2 × 3² പ്ലസ് 7 × 3 പ്ലസ് 3. 2 × 3² 9 അല്ലേ? പ്ലസ് 7 × 3 21 പ്ലസ് 3. അപ്പോൾ 18 പ്ലസ് 21 പ്ലസ് 3 അത് 24 ആണ്. ഇപ്പോൾ 18ഉം 24ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 42 ആണ്. 42 0ക്ക് ഈക്വൽ അല്ലല്ലോ. അപ്പോൾ 0 അല്ല കിട്ടിയതെങ്കിൽ ഈ പറഞ്ഞത്, അതായത് എക്സ് ഈക്വൽ ടു 3 എന്നെടുത്തത് ഇതിൻ്റെ 0 അല്ല. therefore 3 ഈസ് നോട്ട് എ 0 ഓഫ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സിൻ്റെ 0 അല്ല എന്ന് പറഞ്ഞ് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കിവിടെ -1/2 പി ഓഫ് എക്സിൻ്റെ ഒരു 0 ആണെന്ന് കിട്ടി, 3 ഒരു 0 അല്ല എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഹെൻസ് x ഈക്വൽ ടു -1/2 ഈസ് എ 0 ഓഫ് പി ഓഫ് എക്സ്, ബട്ട് 3 ഈസ് നോട്ട് എ 0 ഓഫ് പി ഓഫ് എക്സ്. അങ്ങനെയും കൂടെ എഴുതാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് x ഈക്വൽ ടു -2/3 ഈസ് എ 0 ഓഫ് ദ പോളിനോമിയൽ 3x² പ്ലസ് kx - 6, then find the value of k. അപ്പം ആദ്യം ഏതായാലും തന്നിട്ടുള്ള പോളിനോമിയലിനെ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞെടുത്ത് എഴുതണം. അതെഴുതി. ഇനി എക്സ് ഈക്വൽ ടു -2/3 ഒരു 0 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഗിവൺ എക്സ് ഈക്വൽ ടു -2/3 ഈസ് എ 0 ഓഫ് പി ഓഫ് എക്സ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാവുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ എക്സിന് പകരം -2/3 കൊടുത്താൽ ഇത് 0 കിട്ടണം. അപ്പോൾ ഇങ്ങനെ എഴുതാം, therefore പി ഓഫ് -2/3 കൊടുത്താൽ 0 കിട്ടും. 0 ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പി ഓഫ് -2/3 ഈക്വൽ ടു 0 ആയിരിക്കും. ഇംപ്ലൈസ് ഇവിടെ ഈ പി ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയലിൽ എക്സ് വരുന്ന ഭാഗങ്ങളിലെല്ലാം -2/3 കൊടുക്കണം. അപ്പോൾ 3 × -2/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് k × -2/3 -6 അത് ഈക്വൽ ടു 0 ആയിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 3 × -2ൻ്റെ സ്ക്വയർ 4 ആണ്, ഡിവൈഡഡ് ബൈ 3യുടെ സ്ക്വയർ 9. അടുത്ത് ഈ പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ആണ് വരുന്നത്, -k × 2 അത് 2k എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 3 പിന്നെ ഒരു -6 ഈക്വൽ ടു 0. ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും. അതായത് 3 ഇവിടെ ഡിനോമിനേറ്ററിൽ കിട്ടുമ്പോൾ 4/3, അതായത് ഫസ്റ്റ് ടേം 4/3, നെക്സ്റ്റ് -2k ഡിവൈഡഡ് ബൈ 3. ഈ -6നെ നമുക്ക് റൈറ്റ് സൈഡ് കൊണ്ടുപോകാം, ഈക്വൽ ടു 6. ഇതിനെ സോൾവ് ചെയ്ത് ഇതിൽ നിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ലീനിയർ ഇക്വേഷൻ്റെ ആ ഒരു മോഡലിലാണ് എക്സ് കണ്ടുപിടിക്കും പോലെ ഇവിടെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇത് രണ്ടും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 4 - 2k ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം, ഈക്വൽ ടു 6.
ഈ 3 റൈറ്റ് സൈഡ് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6 × 3 എത്ര കിട്ടും? 18. സോ 4 - 2k = 18. ഇതിൽ നിന്ന് -2k മാത്രം ലെഫ്റ്റ് സൈഡ് ഇട്ടേക്കുക, ബാക്കി റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ 18 - 4 എന്ന് കിട്ടും. അപ്പോൾ -2k = 18 - 4 എത്രയാണ്? 14 ആണ്. എന്നിട്ട് ഈ -2 കൊണ്ട് അവിടെ ഡിവൈഡ് ചെയ്യണം, കാരണം കെയോടൊപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ -2 അവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. 14 / -2. ഈ 2ഉം 14ഉം കട്ട് ചെയ്തിട്ട് 7 എന്ന് കിട്ടും. പിന്നെ ഒരു നെഗറ്റീവ് കൂടെ ഉണ്ട്. അതുകൊണ്ട് കെയുടെ വാല്യൂ = -7. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മളിതിൻ്റെ സീറോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തുള്ളൂ. ഇനി ഈ സീറോസും അതിൻ്റെ കോഎഫിഷ്യൻസ് എയും ബിയും സിയും തമ്മിലുള്ള റിലേഷനൊക്കെ പഠിച്ചില്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.